നമസ്കാരം, ഞാൻ മൃണാൾ. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉത്രാട പുലരിയിൽ പരശുറാം എക്സ്പ്രസ് കാത്തു നിൽക്കുന്ന എന്റെ കുടുംബം. അതേ സമയത്ത് അഖിലിന്റെ നേതൃത്വത്തിൽ ഗോപിയളേപ്പനും ടീമും കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരുവനന്തപുരത്തേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് മഴയത്ത് വന്നു. അതിൽ അഖില്, അശ്വതി, നരേന്ദ്രമോദി, രോഹിത് ശർമ്മ, മായളയമ്മ, ഗോപിയളേപ്പൻ എല്ലാവരും കണ്ണൂർ എത്തിയപ്പോഴേക്കും പരശുറാമിൽ വന്ന ടീം കണ്ണൂരിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കാസർഗോഡ് ടീമിന്റെ കൂടെ കണ്ണൂർ ടീമും കൂടെ ജോയിൻ ചെയ്ത് വേണുമാവൻ കുടുംബം, ശിവദാസമ്മാവൻ കുടുംബം, മധുമാവന്റെ കുടുംബം, ഹരിദാസമ്മാവന്റെ കുടുംബം എല്ലാരും കൂടെ ടാറ്റ പോവാണ്. ഗോപിയളേപ്പന്റെ നാട് മടിക്കൈയാണ്. മടിക്കയിൽ നിന്ന് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് 1 മണിക്കൂറോളം കാറിൽ യാത്ര ചെയ്യണം. ഉദിനൂരിൽ നിന്ന് 12,000 രൂപ ടെമ്പോ ട്രാവലറിന് കൊടുത്ത് ചെറുവത്തൂര് പോയി അവിടുന്ന് പരശുറാമി കയറി കണ്ണൂര് വന്നിട്ട് വേണം വന്ദേ ഭാരതി കയറാൻ. ഇത്രയും കഷ്ടപ്പെട്ട് വന്ദേ ഭാരതിൽ എന്തിനാ കയറുന്നതെന്നറിയോ? അത്രയും മോശമാണ് മലബാറിലെ യാത്രക്കാരുടെ അവസ്ഥ. മര്യാദ റോഡില്ല, മര്യാദ ട്രെയിനില്ല, മര്യാദ വിമാനങ്ങളില്ല, ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അങ്ങനെ വന്ദേ ഭാരത് എറണാകുളത്ത് എത്താറാവുമ്പോഴേക്കും 1-2 ഊബറിന്റെ ആവശ്യമുണ്ട്. ബാക്കി ഞങ്ങളുടെ കാറുകളും ഉണ്ട്. എറണാകുളത്ത് ഇറങ്ങി എല്ലാവരും കൂടെ ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വരുന്നു. ബഹുഭൂരിഭാഗം പേരും ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വരുന്നത്. എല്ലാവരും എത്തിയപ്പോഴേക്കും നന്നായി വിശന്നു. നമ്മൾ റൈസോ പേർഷ്യയിൽ നിന്ന് ബിരിയാണി എടുത്തിരുന്നു. ബിരിയാണി വന്ന ഉടനെ ഒന്നും നോക്കിയില്ല, നിരത്തി അങ്ങ് വിളമ്പി എല്ലാവരും കഴിച്ചു. ഒന്നാമതിരുന്നവർ പായസമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ എൻ്റെ വർക്കിംഗ് ടേബിൾ കയ്യേറിയിരിക്കുകയാണ്. കുട്ടികളൊന്നും അല്ല, മുതുക്കന്മാരാണ്. റിലേറ്റീവ്ലി കുട്ടികൾ അത്രേ ഉള്ളൂ. വന്ദേ ഭാരതിൽ വന്നുകൊണ്ടായിരിക്കണം എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അത്രയും മികച്ച ഭക്ഷണമാണല്ലോ ട്രെയിനിൽ ലഭ്യമാവുന്നത്. അത് കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ഹാപ്പിയാണ്. മലബാറിൽ എന്തൊക്കെ കുറവുണ്ടായാലും ഞങ്ങൾ ഹാപ്പിയാണ്. ഇത് തിരുവോണ പുലരിയാണ്. ഒരുപാട് തേങ്ങ വേണം. പായസം ഉണ്ടാക്കണ്ടേ? പരിപ്പ് പ്രഥമൻ. നമ്മ എന്ത് ചെയ്താലും അവഗണന അടിമത്ത ആഘോഷ ജീവിതം. കാസർഗോഡ് ജില്ലയോടുള്ള ഒരു അവഗണന. ഓടുന്ന പോലെ ബുദ്ധി ഉപയോഗിക്കാത്ത പണിയല്ലേ. ബുദ്ധിയില്ലാത്തവർ പൂക്കളം ഒരുക്കട്ടെ, ബുദ്ധിയുള്ളവർ തേങ്ങാപ്പാൽ പിഴിയട്ടെ. കോമ്പസും പ്രൊട്രാക്ടറും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള പരിപാടിയാണ്. അത് അവർക്ക് വിട്ടുകൊടുത്തിട്ട് ദൂരെ നിന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കുക മാത്രം ചെയ്യുക. അതായിരിക്കും ആരോഗ്യത്തിന് നല്ലത്. തേങ്ങയൊക്കെ ഈ പരിപാടി ഇനി ഹരിക്ക. ഇതൊന്നും ഹരിച്ചേ. ഇത്രയും പണിയെടുക്കുന്ന അച്ഛനെ ഒരു പണിയും എടുക്കാത്തവൾ കുറ്റം പറയുന്നു. ഇതാണ് ലോകം. ഓരോ നേരം എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇവിടെയുള്ള 3 ദിവസം എങ്ങനെ ചെലവഴിക്കണം എന്നുള്ളത് പ്രീ പ്ലാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കാനുള്ള അവകാശം വേണുവും അവനും ഒറ്റയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് അമ്മ സഹായിക്കാനും. അത് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. എന്തിനാ വെറുതെ. എന്താ ചെയ്യാ, ഒരു പായസളക്ക 2 ആള് ഇതൊക്കെ പറഞ്ഞ ചിരിക്ക്. തിരുവോണത്തിന് ഭൂരിഭാഗം പേർക്കും സദ്യയിൽ താല്പര്യമില്ലാതിരുന്നത് കൊണ്ട് ചിക്കനാണ് ഉണ്ടാക്കുന്നത്. നെയ്ച്ചോറും ചിക്കനും. നെയ്ച്ചോറും അതിൻ്റെ സൈഡ്സും എല്ലാം റൈസോ പേർഷ്യയിൽ നിന്ന് വരും. ചിക്കൻ കറി വീട്ടിലുണ്ടാക്കും. അതങ്ങനെ കിറുകി ചാറോട് കൂടി നെയ്ച്ചോറിൻ്റെ ഒപ്പം. ചില അഴിമതികളൊക്കെ പൂക്കളത്തിന്റെ പേരിൽ ആരോപിക്കപ്പെട്ടെങ്കിലും അത് നമ്മൾ വിട്ടു. മാവേലിയുടെ കേസ് തന്നെ അഴിമതിയായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. ഒരു 20-30% പേർ നന്നായി ജോലി ചെയ്തതുകൊണ്ട് എല്ലാവർക്കും വിശക്കും. 100% വിശക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഭക്ഷണത്തിലേക്ക് കടന്നു. നെയ്ച്ചോറ്, ചിക്കൻ കറി, മുട്ട, 2 അച്ചാറ്, ചമ്മന്തി, സാലഡ്. 3 അച്ചാറുണ്ട്. 1 അച്ചാർ അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അമ്മ പണ്ടെല്ലാം കുറച്ച് കോഴി മേടിച്ച് ഒരുപാട് ചാറുണ്ടാക്കിയിട്ട് തേക്കലല്ലേ എല്ലാവർക്കും. എന്റെ അമ്മ പോയി കുടുംബം.
പായസം ചോറാവെന്ന് അറിയാം. പൂക്കളത്തിന്റെ പൂ അത് പാടി. അത് മാത്രമേ ഉള്ളൂ മോശം. പൂവല്ല, പൂക്കളം. പൂക്കളത്തിന്റെ പൂ അത് പാടി. അത് എന്ന് നിങ്ങൾ ഇടപെട്ടോ അന്ന് മുതൽ കൊള്ളായി. ഈ കച്ചമ്പർ എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നതാണ്. ഉള്ളി അരിഞ്ഞ് തൈരിലിട്ടത്, അത്രേ ഉള്ളൂ അതിന്റെ അർത്ഥം. അമൃതക്കും കുടുംബത്തിനും വരാൻ പറ്റിയിട്ടില്ല. എൻ്റെ അനിയത്തിയും കുടുംബവും മധുവമ്മാവനും ഒക്കെ ഗൾഫിലാണ്. ഹരിയും കുടുംബവും ഓസ്ട്രേലിയയിലാണ്. അങ്ങനെ കുറേ പേർക്ക് വരാൻ പറ്റിയിട്ടില്ല. അടുത്ത ഓണാകുമ്പോഴേക്കും കുടുംബം ഒന്നുകൂടെ വലുതാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. 2-3 കല്യാണങ്ങൾ നടക്കാനുണ്ട്. ഈ സംഭവം കഴിഞ്ഞ വിഷുവിന് പ്ലാൻ ചെയ്തതാണ്. ഒരു വിഷുവിന് പ്ലാൻ ചെയ്യും, അടുത്ത ഓണം ഏത് വീട്ടിലായിരിക്കണമെന്ന്. ഈ ഓണത്തിന് നമ്മൾ പ്ലാൻ ചെയ്തു അടുത്ത വിഷു ഏത് വീട്ടിലായിരിക്കണമെന്ന്. അത്രയും മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഫ്ലൈറ്റ് ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ് ഓപ്പൺ ആവുന്ന ദിവസം അലാറം വെച്ച് എല്ലാവരെയും അറിയിക്കുക. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടും ചിലർക്കൊന്നും പങ്കെടുക്കാൻ പറ്റുന്നില്ല. ആയി, പക്ഷെ ഒരു കുത്തിടണം. ഒരു പാത്രം എടുത്ത് ഇങ്ങനെ പിടിച്ചോണ്ട് നടന്നാൽ മതി. അപ്പൊ ശരിയായി. എന്തായാലും പൂജ ചെയ്യാണല്ലോ. എന്തിനും ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ മിനിറ്റ് കേട്ടോ മിനിറ്റന്മാരുടെ വിശ്വാസം മത്തം കുത്തി കുമ്പിടും. പൂവിലാണ് നമ്മള് നല്ല വെറുതെ ആരോപണ വിധേയരായി. അല്ല, അതും നമ്മൾ ത്യാഗ സുരഭിലമായ നിമിഷങ്ങളാണ്. ഇവരുടെ മൊഴികൾ കോൺട്രവേഴ്ഷ്യലാ. ഒരാളും കുട്ടേട്ടൻ പറഞ്ഞോടെ ഞാൻ നോക്കുമ്പോ അവൻ മുട്ടും ഞാൻ പറഞ്ഞില്ല. അതെ, നമ്മൾ ആരും മുമ്പിൽ മുട്ട കൊടുക്കാറില്ല. ഇവരെന്നോട് പറയണേ അത് അവര് കിറ്റാക്കി തന്നെ പൂ പതുക്കിയത് ലുലുന്ന് ഇല്ല, അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു. വെള്ളം മാത്രമല്ല, അല്ല അതിന്റെ ഉള്ളിലുള്ള ദോശ അതിന് തന്നെ വ്യക്തമാണ് ആ പൂക്കളത്തിൽ അഴിമതി ഉണ്ട്. നടുവി കിടക്കുന്ന വലിയ ലില്ലി സീതേട്ടിനെ കുറ്റം പറയുന്നു. ഷൂട്ട് ചെയ്ത് സീതേട്ടിക്ക് കാണിച്ചു കേൾപ്പിച്ചു കൊടുക്കാം. പറഞ്ഞോ നിർത്തി പറഞ്ഞോ സീതേട്ടിനെ പറ്റി എന്താ പറഞ്ഞേ? നോക്കി മായലമ്മ തുടങ്ങി അല്ല മായലമ്മ തുടങ്ങിയ കണ്ട ചോദിക്കുക. ഒന്നും മിണ്ടുന്നില്ല. അമ്മ പക്ഷെ നേരത്തെ പറഞ്ഞ ഞങ്ങൾ കുറ്റം പറഞ്ഞില്ല. ഇപ്പം കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഇഷ്ടം കൊണ്ടാണ്. ഇത് മറ്റേ പരിപാടിയാണ്. നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ മോനെ നിന്നെ ഞാൻ ശിക്ഷിച്ചത്. പാട്ട് പാടും. ആ സീതേട്ടിന്റെ പാട്ട് കേട്ടേല്ലേ കഴിഞ്ഞ വിഷുവിന്റെ ബ്ലോഗില്. വിഷു ഓണം സ്റ്റേജിലേക്ക് ഇരച്ചു കയറി വെറുതെ കളി പറയുന്നു. ആ ഏക സ്കോർ ചെയ്ത് എല്ലാം പൊളിഞ്ഞു. ഇനി ഒന്നുമില്ല. ഓനെ പറ്റി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഓനെ പറ്റി എന്റെ ഭാര്യയല്ലേ പറഞ്ഞേ? സ്വന്തം ഭാര്യയില്ലാണ്ട് അപ്പുറത്തെ വീട്ടിലെ ഭാര്യനെ കുറ്റം പറയാൻ പറ്റും. ഈ നേരം മര്യാദക്ക് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഒരു പരദൂഷണം ഇട്ട് കൊടുത്തപ്പോ എന്തോ